ഡോക്ടർ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്, അതായത് മതങ്ങളിൽ സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുന്നു അല്ലെങ്കിൽ പുരുഷന്മാർക്കൊപ്പമുള്ളൊരു സ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളത്. എല്ലാ മതത്തിലും അങ്ങനെയാണെന്നാണ് നമ്മൾ അന്ന് കണ്ടിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പുരോഗതിയിലേക്ക് കുതിക്കുന്നത് ക്രിസ്തീയ ആ വിശ്വാസമുള്ള രാജ്യങ്ങളാണ്. ലോകത്തിൻ്റെ എല്ലാ കാര്യത്തിലും ശാസ്ത്രീയമായി എല്ലാം അവരാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ക്രിസ്തു മതത്തിൽ എന്താണ് സ്ത്രീകൾക്കുള്ള സ്ഥാനം? പുരുഷനേക്കാൾ താഴെയാണോ, അല്ലെങ്കിൽ ആ ഈക്വൽ അത് കൊടുക്കുന്നുണ്ടോ അവർക്ക്? ഈ ക്രിസ്തു മതത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന വിശ്വാസ സമൂഹമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ അകമേ നിൽക്കുന്ന കുറേ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ജീവിക്കുന്നൊരു വിഭാഗമാണെന്നാണ് ആ മതത്തിൻ്റെ അനുയായികൾ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മതം എന്തെന്ന് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മതത്തെ സംബന്ധിച്ച് പുരുഷനും സ്ത്രീ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അത് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ അവർ കണക്കാക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്നതിന് യാതൊരു പ്രാധാന്യമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്രിസ്തുമതത്തോട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തുമത സംബന്ധമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ക്രിസ്തുമതത്തിൽ അനുബന്ധിച്ചുണ്ടാകുന്ന അവരുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്, അതായത് സ്ത്രീകളെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് 3 രീതിയിലാണ്. അതായത് വെർജിനിറ്റിയോട് ബന്ധപ്പെട്ട് വരുന്ന കന്യകമാർ, രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഭാര്യമാർ അല്ലെങ്കിൽ കുടുംബനാഥ എന്നെല്ലാം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന സ്ത്രീകൾ, മൂന്നാമത് വരുന്നത് വേശ്യസ്ത്രീകളാണ്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും മാന്യമായ സ്ഥാനം, അതായത് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും മാന്യമായ സ്ഥാനം എന്ന് പറയുന്നത് അമ്മമാരോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ഭാര്യമാരെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വർത്തിക്കുന്ന ആ കുടുംബത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഒരു സമൂഹമായിട്ട് മാറുക, ആ സമൂഹം വലിയൊരു തട്ടിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രമായി മാറുക, രാഷ്ട്രം വലിയൊരു തട്ടിലേക്ക് മാറുമ്പോൾ ലോകമായി മാറുന്നു. അതിങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത് ഭാര്യമാർ തന്നെയാണ്. പക്ഷേ ക്രിസ്തു മതത്തെ സംബന്ധിച്ച് ഭാര്യമാരെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം വെർജിനിറ്റിയുള്ള അല്ലെങ്കിൽ കന്യകമാരെന്ന് പറയുന്ന വിഭാഗത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. കാരണം ക്രിസ്തുമതം മുന്നോട്ട് വെക്കുന്ന ഈ വേർതിരിവുകളുടെ പ്രധാന അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആദിഭാവം എന്ന് നമ്മൾ പറയുന്ന ഒറിജിൻസിൻ എന്നെല്ലാം പറയുന്ന രതി തന്നെയാണ്. അപ്പോൾ രതിയോട് അനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളിലൂടെയാണ് സ്ത്രീകളുടെ ഈ വ്യത്യസ്തമായ തട്ടുകളെ അവർ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നതാണ് വെർജിനിറ്റിയോട് ബന്ധപ്പെട്ട് വരുന്ന കന്യക എന്ന് പറയുന്നത്. അപ്പോൾ ആ കന്യകാത്വം എന്ന് പറയുന്നത് എല്ലാ കാലത്തും സൂക്ഷിക്കപ്പെടേണ്ടതാണ് ഒരു കാഴ്ചപ്പാട് ക്രിസ്തുമതം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, യേശു ക്രിസ്തു എന്ന് പറയുന്നത് മേരിയുടെ പുത്രനായിട്ട് പറയുമ്പോഴും കന്യകാത്വം നഷ്ടപ്പെട്ടാണ് ഒരു സ്ത്രീ പ്രസവിക്കുന്നു എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കന്യകാത്വം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്തുമതത്തെ സംബന്ധിച്ച് ദിവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായി മാറില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ പറയുന്ന ഈ പുത്രനെ പ്രസവിച്ചിട്ടും അല്ലെങ്കിൽ ജന്മം നൽകിയ ഒരു മാതാവ് വെർജിനിറ്റിയുള്ള ഒരു സ്ത്രീയായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ കത്തോലിക്ക മതം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുമതം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്ത്രീകൾ എന്ന് പറയുന്നത് രതിയിൽ ഏർപ്പെടാതെ, അതായത് പുരുഷ സ്പർശമേൽക്കാതെ നിലനിൽക്കുമ്പോഴാണ് ഏറ്റവും ഉത്തമമായ സൃഷ്ടിയായിട്ട് മാറുകയെന്നാണ് കത്തോലിക്ക മതം പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ ഒരു ഘടകമായിട്ട് പറയാവുന്നതാണ് ഈ ഭാര്യമാരെന്ന് പറയുന്നത്. ഭാര്യമാരോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ക്രിസ്തുമതം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്. അവിടെയും ഈ പറയുന്ന ക്രിസ്തുമതം ഈ രതിയോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ ചെയ്തികളെയും നിരാകരിക്കുകയാണ്. സന്താന ഉൽപാദനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയോടനുബന്ധിച്ച് മാത്രമാണ് രതിയെ സഭ കണക്കാക്കുന്നത്. അതായത് രതി എന്ന് പറയുന്നത് മാനസിക ഉല്ലാസത്തോട് അനുബന്ധിച്ചുണ്ടാകുന്നതോ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുണ്ടാകുന്ന മറ്റു താല്പര്യങ്ങളുടെ പുറകിലുള്ള ഒരു പ്രകടനമായ ഒരു അതിനോടനുബന്ധിച്ചുള്ള ഒരു പ്രവൃത്തിയായിട്ട് ഒരിക്കലും കത്തോലിക്ക മതം കണക്കാക്കുന്നില്ല. കത്തോലിക്ക മതം പറയുന്നത്, അതായത് നൂതന മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള യാതൊരുവിധ രതികളെയും കത്തോലിക്ക മതം അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു നൂതന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രതിയിലേർപ്പെടുമ്പോൾ അവർ സന്താന ഉൽപാദനത്തിന് അപ്പുറത്തേക്ക് അവരുടേതായിട്ടുള്ള ഒരു ഉന്മാദത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അത് പാപമായിട്ടാണ് പറയുന്നത്. അതിൻ്റെയെല്ലാം ഭാഗമായിട്ടാണ് ഈ സഭ തന്നെ ആദ്യകാലങ്ങളിൽ തന്നെ ഒത്തിരി നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തോടനുബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ കത്തോലിക്ക മതത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വിശ്വാസികൾ 8 നോമ്പ്, 25 നോമ്പ്, 50 നോമ്പ്, 3 നോമ്പ് എന്നെല്ലാം പറയുന്ന നോമ്പുകളുണ്ട്. ഈ നോമ്പുകളെല്ലാം ഒരു വർഷത്തിൽ എടുത്തു നോക്കുമ്പോൾ ആ നോമ്പുകളുടെ ഉണ്ടാകുന്ന ദൈർഘ്യം നമുക്ക് കണക്കാക്കുമ്പോൾ നമുക്കറിയാം 86ഓളം വരുന്ന അത്തരം നോയമ്പുകൾ വരുന്നുണ്ട്. ആ 86 ദിവസവും ഈ പറയുന്ന മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത് പോലെ തന്നെ രതിയിൽ ഏർപ്പെടാൻ പാടില്ലെന്ന് സഭ പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു വർഷത്തിലെ ഞായറാഴ്ചകൾ എടുത്തു നോക്കുമ്പോൾ ആ രീതിയിൽ 50-ലധികം ഞായറാഴ്ചകൾ വരുന്നുണ്ട്. അങ്ങനെ 138ഓളം വരുന്ന ദിവസങ്ങൾ രതിയിൽ ഏർപ്പെടാൻ പാടില്ലെന്നാണ് സഭ പറയുന്നത്. സഭ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രതിയിൽ ഏർപ്പെടേണ്ടത് സന്താനോൽപാദനം എന്നുള്ള ഒരു ഉപാധി അതിനുവേണ്ടി മാത്രമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം വിശ്വാസികളായ 2 വ്യക്തികൾ, അതായത് ഭാര്യയും ഭർത്താവും വിശ്വാസികളായിട്ടിരിക്കുമ്പോൾ തന്നെ അവർ ഏർപ്പെടുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ രതിയിൽ ഏർപ്പെടുമ്പോൾ അത് പാപമായിട്ടാണ് ഈ പറയുന്ന സഭ മനസ്സിലാക്കുന്നത്.
നമുക്കറിയാം വിശ്വാസിയായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ മാമോദീസം മുക്കി അല്ലെങ്കിൽ നിരന്തരം കുമ്പസരിക്കുന്ന വിശ്വാസികളായിട്ടൊരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അകത്ത് പുതുതായിട്ടൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ അത് ഈ പാപത്തിൻ്റെ സന്തതിയായിട്ടാണ് മതം കണക്കാക്കുന്നത്. അതായത് വിശ്വാസിയായ പുരുഷനും വിശ്വാസിയായ ഒരു സ്ത്രീക്കും ജനിക്കുന്ന കുട്ടി പാപിയായിട്ടാണ് സഭ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാപ ഫലമായിട്ടുണ്ടാകുന്ന ആ സന്തതിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് മാമോദീസ പോലും ഉണ്ടാക്കുന്നത്. ആ മാമോദീസ ചടങ്ങിലൂടെ മാത്രമാണ് പാപത്തിൻ്റെ സന്തതിയായിട്ടുള്ള കുട്ടിയെ മാമോദീസ മുക്കി അല്ലെങ്കിൽ വിശുദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പാപം എന്ന് പറയുന്ന ഒരു കർമ്മത്തിൻ്റെ എന്താ പറയുന്ന ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് ഈ രതിയെ കണക്കാക്കുന്നത്. മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ വിഭാഗമാണ് വേശ്യസ്ത്രീകൾ എന്ന് പറയുന്നത്. വേശ്യസ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും മോശപ്പെട്ട സമൂഹമായിട്ടാണ് സഭ പറയുന്നത്. പക്ഷേ ഇതേ സഭ തന്നെ ഈ വേശ്യസ്ത്രീകൾ മോശമാണെന്ന് പറയുമ്പോഴും നമുക്കറിയാം ഈ വിശ്വാസത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് പല യുദ്ധങ്ങളെയും കത്തോലിക്ക മതത്തിൻ്റെ അപ്പോസ്തലന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. കുരിശുദ്ധ കാലഘട്ടത്തിൽ കത്തോലിക്ക മതം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് അതിൻ്റെ അനുയായികൾ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാവുന്ന ഒരു മാർഗ്ഗമാണ് കുരിശുദ്ധം. അതുകൊണ്ട് വിശ്വാസികളെല്ലാം അതിൽ പങ്കെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പാപത്തിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗ്ഗമായിട്ട് കുരിശുദ്ധത്തെ പറയുമ്പോഴും ചാൾസ് ബോൾഡ് എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ഒരു കുരിശുദ്ധത്തോട് ബന്ധപ്പെട്ട ഒരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ കീഴിലേക്ക് 1600 വേശ്യസ്ത്രീകളാണ് ഇതേ മാർപ്പാപ്പ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാപം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുന്ന അല്ലെങ്കിൽ രതിയെ ഒരു ജീവിത മാർഗമായിട്ട് സ്വീകരിക്കുന്ന പാപികളായിട്ടുള്ള ആൾക്കാരെ പോലും മാർപ്പാപ്പ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം 1-ാം ലോക മഹായുദ്ധ കാലഘട്ടങ്ങളിൽ യൂറോപ്പിനോടനുബന്ധിച്ചുണ്ടാകുന്ന ക്രിസ്തുമത രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ എന്താ പറയുന്നത് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സേനാനികളുടെ ഉന്മാദത്തിന് വേണ്ടി അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ വേശ്യാലയങ്ങളുണ്ടായിരുന്നു. വിശുദ്ധമായ വേശ്യാലയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഉണ്ടാകുന്ന വിശുദ്ധ ആ വേശ്യാലയത്തിലെ സ്ത്രീകളെല്ലാം വിശുദ്ധ അമ്മമാരായിട്ട് പിന്നീട് മതം കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാമാണ് കത്തോലിക്ക മതം സ്ത്രീകളെ കണക്കാക്കുന്നത്. അപ്പോൾ കത്തോലിക്ക മതം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ സ്ത്രീയും പുരുഷനും ഒരിക്കലും തുല്യരല്ല. കത്തോലിക്ക മതം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ അവർ പറഞ്ഞു വെക്കുന്നത് സ്ത്രീകളിൽ നിന്നും അകന്നു നിൽക്കുക എന്ന് പറയുന്നത് സെലിബസിയാണ്, പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മചര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം 11-ാം നൂറ്റാണ്ടിനോട് ബന്ധപ്പെട്ട് വരുന്ന ബെനഡിക്ട് 8-ാമനാണ് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. സെന്റ് പോൾസ് എന്ന് പറയുന്ന ഒരു മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പുരുഷൻ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു ശത്രുവായിട്ട് മാറുന്ന ഒരു ചിന്താഗതിയുമായിട്ടാണ് പിന്നീട് നിലനിൽക്കുന്നത്. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയത്തിൽ സ്ത്രീയോ പുരുഷനോ തുല്യമാണെന്ന് പറയുന്ന കാഴ്ചപ്പാടില്ല. അപ്പോൾ സന്താന ഉൽപ്പാദനത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വംശവർദ്ധനവുണ്ടാകുന്നു. ആ വർദ്ധനവിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ക്രിസ്തുമത സമുദായം വലിയൊരു ശക്തിയായിട്ട് മാറുന്നു. ആ ഒരു പ്രക്രിയയോട് ഒഴിവാക്കി നിർത്തിയാൽ മതത്തോടനുബന്ധിച്ചുണ്ടാകുന്ന രതിയോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തെ സഭ അംഗീകരിക്കുന്നില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.